ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങളുടെ കാര്യം നമുക്ക് തക്കാളി തൈ ചെയ്യാൻ കൊണ്ട് കണ്ട ഈ തക്കാളി തൈ കണ്ട നമുക്ക് ശീതകാല പച്ചക്കറിക്കുള്ള ഒരുക്കങ്ങളാണ് ഞാൻ ഒരുങ്ങി തുടങ്ങിയത്. അതുകൊണ്ട് ഈ തക്കാളി തൈക്ക് നടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു ചേരി വെക്കുന്നുണ്ട്. അടിയിൽ ചേരി വെക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടി. ഇപ്പം വെള്ളമുള്ള സമയമല്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ കമിച്ച് വെക്കുക വേണ്ടത്. ഇതേപോലെ ഇങ്ങനെ കമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കമിച്ച് വെക്കുക. ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ ഇതിനകത്തുനിന്ന് അതിന് വാരിയെന്ന് വെച്ചാൽ ഞാൻ ഈ കരിയിലയാണ് വാങ്ങി. ഞാൻ പോയിട്ട് ഇപ്പം പോയി പൊറുക്കിക്കൊണ്ടെന്ന് ഞാൻ കരിയില നല്ലതാണ്. കരിയില ഇട്ട് കഴിഞ്ഞാലെന്ന് വെച്ചാൽ അധികം വെള്ളം കുടിക്കൂല. പിന്നെ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം അധികം അങ്ങനെ വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നത്. കണ്ടാ ഇതേപോലെ വെള്ളം കുടിക്കൂല. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കരിയിലിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സീമക്കൊന്നയാണ് ഇനിയിപ്പോൾ ഇടുന്നത്. കണ്ട സീമക്കൊന്ന വെച്ച് കൊടുക്കും. സീമക്കൊന്ന കണ്ടില്ലേ, ഇതേപോലെ സീമക്കൊന്ന വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്താണ് ഞാൻ ഇനിയിപ്പം പിന്നെ ഇതിട്ട് കൊടുക്കുന്നത്, ഈ പോട്ടി മിശ്രിതം വാരി ഇടുന്നത്. കണ്ട ഇതേപോലെ പോട്ടി മിശ്രിതം വാരി ഇട്ടിട്ടാണ് പിന്നത്തെ നടൽ. കണ്ടില്ല, ഇതേപോലെ നട്ടു കൊടുത്താൽ പിന്നെ ഇവർക്ക് നല്ല സുഖമാണ് വളരാനും എല്ലാത്തിനും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ നടുന്നത്. കണ്ട ഇതിപ്പോൾ ഇതേപോലെ നിറച്ച് കൊടുത്തു. കണ്ടില്ലേ, ഇത് ഇവിടെ പൊട്ടിപ്പോന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് മറിച്ച് വെക്കുന്നത്. ഈ വെക്ക് വേഗം കീറിപ്പോന്നു, എന്താണെന്നറിയില്ല. അതിൽ പഴക്കം വന്നിനോ എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ഇതേപോലെ മറിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ നിറച്ച് കൊടുത്താൽ നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാനൊരു തൈ എടുത്തിട്ട് നട്ടേ. ഇതാ ഒരു തയ്യേ നടുന്നില്ലേ, ഇതിനകത്ത് ഒറ്റ തയ്യേ നടുന്നില്ല. ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു തൈയും കൂടി നട്ടേക്കാം. എന്താ വെച്ചാൽ ഇപ്പോൾ ഒടിച്ചിട്ട് കുറച്ചും കൂടി വളർന്നിട്ടാകുമ്പോൾ പറിച്ച് മാറ്റി നടാം. ഈ സൈഡിൽ ഇടാ ഇതേപോലെ നട്ടിട്ട് ഇതെടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഒന്നും കൂടി എടുക്കട്ടെ. ഇതെല്ലാം തേച്ചുമ്പോൾ പുതിയ സാധനം നിർത്തുകൊണ്ട് വീണിച്ചിട്ട് തോറ്റുപോയി, പഴകിയതാന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഒരു ചകിരിത്തോണ്ട് വെക്കട്ടെ. ഈ ചകിരിത്തോണ്ട് വെച്ചാലെന്ന് വെച്ചാൽ ഇത് തന്നെ ഗുണം, വെള്ളം അധികം. പിന്നെ നമുക്ക് അത്രയും ഇതുകൊണ്ട് ഇത് കുറേ കഴിയുമ്പോഴേക്ക് ഇത് അവിഞ്ഞിട്ട് വളമായിട്ട് വരികയും ചെയ്ത് ഒരു 5-6 മാസം കഴിയുമ്പോഴേക്ക് ഇത് എനിത്തെ നടാനാകുമ്പോഴേക്ക് ഇത് ഈ ചകിരിത്തോണ്ട് ഉണ്ടാവില്ല. ഞാൻ നോക്കി, മുമ്പ് ഞാൻ വെച്ചതിനത് ഇപ്പം കാണാനില്ല. ഇപ്പം അതെല്ലാം അലിഞ്ഞലിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കട്ടെ. അല്ല, ഇത് കരിയില വാരി നിറക്കട്ടെ. കരിയില വാരി നിറച്ചിട്ട് ഇതേപോലെ കരിയില വാരി നിറക്കുക. അതിന് ശേഷം പിന്നെ സീമക്കൊന്നി നടുക. ഇതെല്ലാം ഒരുപോലെ നട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് അമിഞ്ഞ് താണു വരും. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഇത് കൂടി ഇടുക. സീമക്കൊന്ന ഇട്ട് കഴിഞ്ഞാൽ അണുക്കളധികം ചേരൂല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ അണുക്കൾ കയറുന്നതായിട്ടാണ് ഈ സീമക്കൊന്ന ഇടുന്നത്. കണ്ട കണ്ടില്ലേ, ഇതേപോലെ നട്ടിട്ടാകുമ്പോൾ ഇനിയിപ്പം നമുക്കിതിൻ്റെ അകത്ത് ഇത് വാരി നിറക്കാം. പോട്ടയും മിശ്രിതം വാരി നിറക്കാം. കണ്ട ഇതേപോലെ വാരി നിറക്കുക. ഇത് സീമക്കൊന്ന, ഇത് തക്കാളി തൈയാണേ നടുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് ഇതിനകത്ത് ഈ പോട്ടി മിശ്രിതത്തിൽ എന്തെല്ലാം വെച്ചാൽ എല്ലുപൊടി, ചകിരിച്ചോറ്, പിന്നെ വെറും ചകിരിച്ചോറില്ല, മണ്ണില്ലേ, ചാരം, പിന്നെ വേപ്പും പിണ്ണാക്ക്, കുമ്മായം, ഇതെല്ലാം കൂടി ആക്കിയതാണ് ഇത്. കുമ്മായം അന്നേരം തന്നെ ആക്കാൻ പാടില്ല, ഒരാഴ്ച കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല. കുമ്മായം ഇടുന്നത്
അന്നേരം തന്നെ ആക്കാനും പാടില്ല. ഒരാഴ്ച കൂട്ടി വെച്ചിട്ട് ഒരാഴ്ച കഴിയണം. അല്ലെങ്കിൽ ഉണ്ടല്ല നട്ട തൈ ചീഞ്ഞു പോവും. അല്ലെങ്കിൽ നട്ട തൈ ചീഞ്ഞു പോവും. കേട്ടോ ഞാൻ 2 എണ്ണം നിറച്ച് വെച്ചു. ഞാൻ നടുന്ന കാണിച്ചു തരാമല്ലോ. ഞാനിപ്പോൾ നടുന്നത് കാണിച്ചു തരാം. 2 തക്കാളി തൈയാണിപ്പോൾ നടുന്നത്. കണ്ടാ ഇതെല്ലാം പൊരിഞ്ഞു പോകുന്നുണ്ട്. ഇത് ചിലപ്പോൾ ചെയ്യിക്കാണ്ട് ഞാനിപ്പോൾ 2 എണ്ണം തന്നെ നട്ടേക്കാന്നിരിക്കാം. കണ്ടാ ഇതേപോലെ ഇവിടെ നട്ടു, ഒന്ന് ഇവിടെ നട്ടു. കണ്ടാ ഇതേപോലെ 2 എണ്ണം നട്ടു. ഇപ്പോൾ ഒന്നും കൂടി ഉണ്ട് നടാം. ഇത് വേണ്ട, ഇതേപോലെ ഒന്നും കൂടി നട്ടേ. ഉണ്ടല്ലേ, ഇത് പേര് പോകുന്നു, കളി കിട്ടുന്നില്ല. ഉണ്ടാ ഇതേപോലെ ഇവിടെ ഇപ്പം 2 എണ്ണം ഇവിടെ നട്ടു. ഉണ്ടല്ലേ, ഇതേപോലെ 6 എണ്ണം നട്ടിട്ട് നേടാം. ഉണ്ടാ 2 എണ്ണം ഇതിൽ ഓരോന്ന് പറിച്ച് നടേണ്ടതാണ്. ഞാൻ തൽക്കാലം വളരട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ നട്ടതാണ്. ചകിരിച്ചോറില്ലാതുകൊണ്ട് തൈ വാക്കിണ്ട് അത് നടണത്തിന്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. കണ്ട ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ കണ്ട, ഇതാണ് പിന്നെ എൻ്റെ കൃഷി ചെയ്ത് കണ്ടില്ലേ. ഇത് ശീതകാല പച്ചക്കറിൻ്റെയാണ്. ഇതെല്ലാം കൂടിയാണ് ഞാൻ എടുത്തിരിപ്പം നട്ടിട്ടുള്ളത്. ഇനി പിന്നെ അത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരാം. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹൈപ്പൊന്നും ആരും അടിക്കുന്നില്ല, ലൈക്കും അടിക്കുന്നില്ല. അവിടെ ലൈക്കും ഹൈപ്പും എല്ലാവരും തരാണ്ടിരിക്കരുത്. എനിക്കത്ര പറയാനുള്ളൂ. ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.